ആരാ ആരാ? ജയനോ? അതെ. എനിക്കാകെ ഒരു സന്തോഷം ഇപ്പോൾ ഉള്ളത് ജയൻ എന്നെ വന്ന് കാണുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ വരാഞ്ഞതെന്ത്? ഞാനിവിടെ വരരുതെന്ന് വിലക്കിയിരിക്കുകയാണ്. ആര്? എന്നോട് പറഞ്ഞത് കുറെ റൗഡികളാണ്. പക്ഷെ പറയിച്ചത് ഇവിടുന്ന് ആരെങ്കിലും ആയിരിക്കുമല്ലോ. ഇവിടുന്ന് ആരെങ്കിലുമോ എന്നാണ് എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു എന്നാണ് പറഞ്ഞത്? അത് പറഞ്ഞില്ല. കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു എന്ന് മാത്രം അറിയിച്ചു. കുറച്ചു ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നെങ്കിലും ചട്ടമ്പിമാരെ ഒന്നും എനിക്ക് ഭയമില്ല. ഞാൻ വരണ്ട എന്നുണ്ടെങ്കിൽ അത് രോഹിണി പറയണം. രോഹിണിക്ക് ഇഷ്ടമുള്ളിടത്തോളം ആരെതിർത്താലും ഞാൻ വരും, വന്ന് കാണും. ജയൻ അപ്പോ ആശുപത്രിയിലായിരുന്നു? ഹേയ്, സാരമില്ല. ഞാനൊരു കേടും കൂടാതെ ഇവിടെ വന്നിരിക്കുകയല്ലേ. പക്ഷെ ഇവിടെ ആർക്കോ ഞാൻ വരുന്നതും രോഹിണിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നില്ലെന്നുള്ളത് തീർച്ചയാണ്. ഇവിടെ ആർക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ? അമ്മുമ്മ ഇന്നും ജയനെ പറ്റി അന്വേഷിച്ചു. അമ്മുമ്മയ്ക്ക് ജയനെ വലിയ ഇഷ്ടമാണ്. എങ്കിൽ മറ്റാരോ കുഴപ്പക്കാരായി ഇവിടെയുണ്ട്. നമ്മൾ വളരെ കരുതലോടെ ഇരിക്കണം. ഞാൻ ഇപ്പൊ വന്നത് തന്നെ മതിൽ ചാടി ആരും കാണാതെ പൈപ്പ് വഴി മുകളിൽ കയറിയാണ്. ജയന് നേരെ വരാം, തീർച്ച. എന്നെ കാണാൻ വരുന്നതിൽ ആർക്ക് എതിർക്കേണ്ട കാര്യമില്ല. ആരെതിർത്താലും ഞാൻ വകവയ്ക്കുകയുമില്ല. എതിർപ്പുള്ളത് ആർക്കെന്നറിയുന്നത് വരെ സൂക്ഷിച്ചേ ഞാൻ പെരുമാറാവൂ. രോഹിണിയുടെ മനസ്സിന് വേദന ഉണ്ടാകുന്ന ഒന്നും സംഭവിക്കരുതല്ലോ. എനിക്കിനി എന്ത് സംഭവിച്ചാലെന്ത്? സംഭവിക്കാൻ ഇനി ഒന്നേ ഉള്ളൂ. അത് സംഭവിക്കുന്നത് വരെ സ്വസ്ഥമായി കഴിയാൻ ഇടവരുത്തിയാൽ മതി. രോഹിണി അങ്ങനെയൊന്നും പറയരുത്. രോഹിണിക്കൊന്നും സംഭവിക്കുകയില്ല. ജയന്റെ ആഗ്രഹം മാത്രമാണത്. ഇല്ല, ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ രോഹിണിക്കൊന്നും സംഭവിക്കുകയില്ല. അത്രയ്ക്ക് നല്ലവളും നന്മ നിറഞ്ഞവളുമാണ് രോഹിണി. ജയ, എന്റെ ജയ. രോഹിണി സമാധാനമായിരിക്കണം. മനസ്സിനെ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടുത്തരുത്. എന്തു വേണമോ പറയൂ, ഞാൻ അനുസരിക്കാം. ജയന് ഒരാപത്തും വരരുത്. എന്നും എന്നെ വന്ന് കാണണം. ഈ രണ്ടാഗ്രഹമേ എനിക്കുള്ളൂ. ഞാൻ എന്നും വരും. രോഹിണിയുടെ അടുത്ത് എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം. മതി, എനിക്കത് മതി. ജലജയുടെ പയ്യൻ നമ്മുടെ പദ്ധതിയാകെ തകരാറിലാക്കി. ആര്? വിക്രമനോ? എന്ത് ചെയ്തു? ഇത് സ്വല്പം സമയമെടുക്കുന്ന പദ്ധതിയായിരുന്നല്ലോ. അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. പക്ഷെ ആ വിക്രമൻ കാരണം ഒന്നും ശരിക്കു പോകുന്ന മട്ടില്ല. കാര്യമെന്താ? വിക്രമൻ ഇവിടെ ഫോൺ ചെയ്തു. ജലജയെ കാണണമെന്നും പറഞ്ഞ് ശല്യം ചെയ്തു തുടങ്ങിയപ്പോ അയാളെ സുഖമായി താമസിപ്പിക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു. കുറച്ചകലെ ഒരു ബർമന്. ബർമനോ? ആ ബർമൻ. അയാൾ ഇപ്പോൾ ഒരു പണി പറ്റിച്ചു. മഹാറാണിയുടെ സ്വത്തിനാണ് നമ്മൾ നോട്ടം വിട്ടിരിക്കുന്നതെന്ന് അയാൾ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. വിക്രമൻ അയാൾ തടവുകാരനാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. തടവുകാരനോ? അത് സാരമില്ല. പക്ഷെ 30,000 രൂപ കൊടുത്താലേ വിക്രമനെ വിട്ടുതരികയുള്ളൂ എന്ന് അയാൾ പറയുന്നു. ഉടനെ കൊടുക്കണം. ആള് സ്വല്പം പിശക, എന്തും ചെയ്യാൻ മടിക്കില്ല. 30,000 രൂപയോ? അതെങ്ങനെ ഉണ്ടാക്കുമെന്നല്ലേ പറയാൻ കേൾക്കൂ. നാളെ രാത്രി എന്റെ ഒരു സ്നേഹിതൻ ഇവിടെ വരും. മഹാറാണിയുടെ കുളിമുറിയുടെ വാതിൽ തുറന്നിട്ടോളണം. എന്നിട്ട് ജലജ നേരത്തെ കിടക്കണം. അത്രയേ വേണ്ടൂ. വിക്രമന് ആപത്തൊന്നുമില്ലല്ലോ? വിക്രമന് ഇപ്പോ ആപത്തൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ജലജ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവൻ ആപത്ത് വന്നേക്കും. പിന്നെ എന്നെ കുറ്റം പറയരുത്. ഈ മനുഷ്യൻ എന്ത് ചെയ്യാനാ വരുന്നത്? ഒന്നും ചെയ്യില്ല. മഹാറാണി ഉറക്കമായിരിക്കുമല്ലോ. ആഭരണങ്ങൾ എടുക്കും. അത് വിറ്റ് 10-30,000 രൂപ ബർമന് കൊടുക്കും. അപ്പൊ ചോദിക്കും, ആഭരണങ്ങൾ നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാന്ന്. പാടില്ല, നമ്മൾ തന്നെ എടുക്കാൻ പാടില്ല. വിക്രമനെ ബർമൻ വിട്ടുതരും. ഈ കള്ളനെ റാണി കണ്ടാലോ? കാണില്ല. മഹാറാണി 10 മണിക്ക് ഉറക്കമാവില്ലേ? കണ്ടാൽ? കാണാതെ കക്കുകയാണല്ലോ അയാളുടെ പണി. അതാണല്ലോ അക്കാര്യം അയാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചത്. ഇല്ല, ഞാൻ ചെയ്യില്ല. വാതിൽ തുറന്നിക്കണം. തുറന്നിട്ടേ പറ്റൂ. വിക്രമന്റെ ജീവൻ വേണമെങ്കിൽ. വേണ്ടെങ്കിൽ വേണ്ട. വിക്രമന്റെ ജീവൻ അത്രയ്ക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഇതെന്താണെന്നറിയോ? ആസിഡ്.
ശ്വസിക്കൂ. എന്റെ മുഖം കാണാൻ എത്ര സുന്ദരമാണെന്നറിയാമോ? പക്ഷെ ഈ ആസിഡ് ഒരു തുള്ളി വീണാൽ കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. ഒരിക്കലും നിന്നെ ആരും തിരിഞ്ഞു നോക്കില്ല. അപ്പൊ വാതിൽ തുറന്നിടുമല്ലോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വീണ്ടും കാറ് കേടായോ? കാറിന് എന്തോ കേടുണ്ട്, പിക്കപ്പ് കിട്ടുന്നില്ല. അതിന് അമ്മാക്കായിരുന്നു. ഇന്ന് കോയമ്പത്തൂർക്ക് കൊണ്ടുപോയാൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് ശരിപ്പെടുത്തി കൊണ്ടുവരാം. ഇവിടെങ്ങും പറ്റില്ലേ? ഇല്ല, ഇവിടെ ചെയ്താൽ ശരിയാവില്ല. ഫോറിൻ കാറിന്റെ. അപ്പോ നാളെ കാലത്ത് കാർ ആവശ്യമുണ്ടാവോ? രോഹിണിക്ക് എവിടെങ്കിലും പോകാനുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്നാ കൊണ്ടുവയ്ക്കുള്ളൂ. പിള്ളേ, ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചോളൂ. ബുദ്ധിമുട്ടരുത്. എന്താന്ന് വെച്ചാൽ ഞാൻ തരാം. പൊയ്ക്കുള്ളൂ. എന്റെ ജലജ വന്നാൽ ഇവരെന്നെ കാണാൻ സമ്മതിക്കില്ല. ഇവർ എന്നെ ഇവിടെ നിന്ന് വിടുകയുമില്ല. ആ ദുഷ്ടനാണെങ്കിൽ കണ്ണു മിടിച്ച് താഴെ തന്നെ ഇരിക്കല്ലേ. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഇതിൽ നിന്ന് സ്വൽപ്പ പഞ്ഞിയെടുക്കും. ഒരു തീപ്പെട്ടിക്കുള്ളിറിച്ച് കത്തിക്കുക. അപ്പൊ ഇവിടെ എല്ലാം പുക നിറയും. അപ്പോ തീ പിടിച്ചു എന്ന് പറഞ്ഞ് നിലവിളിച്ച ആ മണ്ടൻ അത് വിശ്വസിക്കും. എന്നെ തുറന്നു വിടും. ഞാൻ ഓടി ജലജയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യും. അയ്യോ, തീ പിടിക്കുന്നു, എന്നെ രക്ഷിക്കൂ. ആരും വരണില്ലേ? ഇതിലവൻ വരും. രക്ഷിക്കണേ, രക്ഷിക്കണേ. ജലജേ, ഇതെല്ലാം എടുത്തു വെച്ചേക്കൂ.
അപ്പോ ഇന്നത്തോടെ എല്ലാം കഴിയപ്പെടും. ഒരാഴ്ചക്കകം എന്റെ പണം കിട്ടുമോ? ആ, ചിലപ്പോ, അല്ലെങ്കിൽ ഒരാഴ്ച കൂടി താമസിച്ചേക്കും. എന്തായാലും പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർത്താൽ നല്ലത്. ഹലോ, ആരെ?